ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിൻ്റെമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഞാനും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടുകൂടി എൻ്റെ അത് സംബന്ധിച്ച പ്രതികരണം അവസാനിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്നോട് ആരും ഒരു പരാതിയും, ഒരു പെൺകുട്ടിയും എന്നോട് ഒരിക്കലും ഒരു പരാതിയും വാക്കാലോ ഫോണിലോ രേഖാമൂലമോ ഒരിക്കലും നൽകിയിട്ടില്ല. എൻ്റെ മുൻപിൽ ആരും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതെനിക്കറിയില്ല. ഇല്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് ആരും ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനല്ല, അങ്ങ് എന്തുകൊണ്ട് ചോദിച്ചില്ല അദ്ദേഹത്തോട് ഇത്തരം ആരോപണങ്ങളൊക്കെ വരാൻ നേരത്ത്? ഇല്ല, എപ്പോഴാ വന്ന ആരോപണം? ഇന്നലെ മുതലുണ്ടല്ലോ. അപ്പൊ അങ്ങ് ചോദിക്കേണ്ട ഒരു തിരക്കുമില്ല. അല്ല, യൂത്ത് കോൺഗ്രസിന് ഗുരുതരമായ ആരോപണമാണ്, സ്ത്രീകളുടെ ആരോപണമാണ്. ഒരു തിരക്കുമില്ല. ഒരു സ്ത്രീ പറയുന്നത് യൂത്ത് ഒരു തിരക്കുമില്ല. ആർക്കാണ് തിരക്കില്ലാത്ത? എനിക്കൊരു തിരക്കുമില്ല. പാർട്ടിക്ക് ഒരു തിരക്ക് വേണ്ടേ? പാർട്ടിക്ക് സ്വാഭാവികമായ ഒരു തിരക്ക് വേണ്ടേ? പാർട്ടിക്ക് ഒരു തിരക്ക് വേണ്ടേ? ആവശ്യമായത് ആലോചിച്ച്. ഈ പരാതിക്കാരായ സ്ത്രീകളെ അഭിമാനിക്കുന്നതിന് തുല്യമല്ല ഒരു തിരക്കുമില്ല. ഏറ്റവും വേഗത്തിൽ ഒരു ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാത്ത രൂപത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അത് ഏറ്റവും തിരക്കിലുള്ള വളരെ സമയോചിതമായിട്ടുള്ള ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു കാലതാമസം ഇക്കാര്യത്തിലുണ്ടായിട്ടില്ല.